കൊല്ലം തിരുമുല്ലവാരത്ത് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി. മനയിൽ കുരങ്ങഴയിലെ ആൾതാമസമില്ലാത്ത വീടിന് പിറകിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ ഭാര്യ പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ പുരയിടത്തിലാണ് മൃതദേഹം കണ്ടത്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീടാണിത്. 4 മാസം മുൻപാണ് വീട്ടുകാർ വീണ്ടും വന്നുപോയത്. വീടിരിക്കുന്ന വസ്തുവിൽ തേങ്ങയിടാൻ വന്ന ആളാണ് അസ്ഥികൂടം കണ്ടത്. വീടിന് പുറകുവശത്ത് കിടന്ന നിലയിലായിരുന്നു അസ്ഥികൂടം. പാന്റും നീല ഷർട്ടും അസ്ഥികൂടത്തിൽ കണ്ടെത്തി. അസ്ഥികൂടത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട്. ഇവരാദ്യം വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചു. കാര്യം ഇവിടെ ബാങ്കിന് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. മീൻസ് ഈ അവരുടെ എന്തോ ഡ്രാമയുടെ റിഹേഴ്സലിനായിട്ട് ഇത് വാടകയ്ക്ക് ഒരു ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വല്ലതും ഇത് പ്ലാസ്റ്റിക് ആയിട്ടാന്ന് പറഞ്ഞ് അവര് അത് ശ്രദ്ധിച്ചില്ല. 2-3 തെങ്ങിൽ കയറി ഒരു തേങ്ങയൊക്കെ അടർത്തതിന് ശേഷം ഈ ഹൗസ് ഓണറുടെ റിലേറ്റീവ് പയ്യൻ ഇവിടെ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്കെൽറ്റൻ കിടക്കുന്നത് എടുത്ത് കളയട്ടോ എന്ന് അവര് പുള്ളിക്കാരൻ ചോദിച്ചു. അയാളെ ചെന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് മനുഷ്യ ശരീരമാണ് എന്ന് പുള്ളിക്ക് മനസ്സിലായി. ചെറിയ സ്മെല്ലും ഉണ്ടായിരുന്നു. ഇത് ഈ കോമ്പൗണ്ട് നിറച്ച് ഇങ്ങനെ പോച്ച കയറി കിടക്കുന്ന കാരണം ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ട്. ആരും ഇങ്ങോട്ട് ഇറങ്ങത്തൊന്നുമില്ല. ഇടയ്ക്ക് കുറച്ചാളിന് മുമ്പ് നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഈ സ്മെല്ല് പട്ടിയോ പൂച്ചയോ എല്ലാം ചെത്തിടന്നതിന്റെ ആയിരിക്കും ഇവര് വിചാരിച്ച് ഇവരാരും ശ്രദ്ധിച്ചതേയില്ല. മധ്യവയസ്കനായ പുരുഷന്റെ അസ്ഥികൂടമാണെന്നാണ് പ്രാഥമിക നിഗമനം. കൊല്ലം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് സംഘം പരിശോധന നടത്തി. ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ മൃതദേഹം ആരുടേതാണെന്ന് കണ്ടെത്താൻ സാധിക്കൂ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.